നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ വ്യതിയാനം തിരിച്ചടിയായതോടെ ഏലക്കായ് വിളവെടുപ്പ് വൈകുന്നു. വിളവെടുക്കുന്ന ഇടവേള 85 മുതൽ 90 ദിവസം വരെയായി ഉയർന്നുവെന്നാണ് കൃഷി വിദഗ്ധരുടെ കണ്ടെത്തൽ. പ്രതിസന്ധിക്ക് കാരണം പകൽ സമയത്ത് ചൂട് വർദ്ധിക്കുന്നതും രാത്രിയിലെ മൂടൽമഞ്ഞും. കട്ടപ്പന കോളേജ് കുന്ന് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ഭൂജലാധിഷ്ഠിത കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കിയത് 8,02,896 രൂപ ചെലവിട്ട്. കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 25 കുടുംബങ്ങൾ. കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ MP എന്ന നിലയിൽ എല്ലാവിധ ഇടപെടലുകളും നടത്തുമെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ സ്ഥലപരിമിതി ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് MP-യുടെ മറുപടി. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വഞ്ചിവയൽ ആദിവാസി കോളനിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആദിവാസി ഊരുമൂപ്പൻ നടത്തിവന്നിരുന്ന നിരാഹാര സമരം 3 ദിവസം പിന്നിട്ടതോടെ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നാണ് നടപടി. കോളനിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന അധികൃതരുടെ ഉറപ്പ് ലഭിച്ചതോടെ സമരം അവസാനിപ്പിക്കുന്നതായി ഊരുമൂപ്പൻ. വിശദമായ വാർത്തകൾ. കാലാവസ്ഥാ വ്യതിയാനം തിരിച്ചടിയായതോടെ ഏലക്കായ് വിളവെടുപ്പ് വൈകുന്നു. വിളവെടുക്കുന്ന ഇടവേള 85 മുതൽ 90 ദിവസം വരെയായി ഉയർന്നുവെന്നാണ് കൃഷി വിദഗ്ധരുടെ കണ്ടെത്തൽ. പകൽ സമയത്ത് ചൂട് വർദ്ധിക്കുന്നതും രാത്രിയിലെ മൂടൽമഞ്ഞും തണുപ്പും കായപാകമാകാൻ താമസം വരുത്തുന്ന മറ്റ് ഘടകങ്ങളാണെന്നും വിദഗ്ധർ പറയുന്നു. ഏലച്ചെടികൾ പൂവിട്ട ശേഷം കായ് വിളഞ്ഞ് പാകമാകുവാനുള്ള സമയമാണ് ഏറെ വർദ്ധിച്ചത്. സാധാരണയായി 55 മുതൽ 60 ദിവസത്തിനിടെയാണ് വിളവെടുപ്പ് നടത്താറുള്ളത്. എന്നാൽ കാലാവസ്ഥ മാറിയതോടെ 85 മുതൽ 90 ദിവസങ്ങൾ വരെയാണ് ഇപ്പോൾ കാ വിളഞ്ഞ് പാകമാകുവാൻ വേണ്ട സമയം. കൃത്യമായി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ലഭിക്കാത്തതാണ് വിളവെടുപ്പ് വൈകാൻ കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഏലക്കായ്ക്ക് ശരാശരി 1,600 രൂപ ലഭിക്കുന്നുണ്ട്. എന്നാൽ വിളവെടുക്കാനുള്ള സമയം വർദ്ധിച്ചതോടെ ഉൽപാദന ചെലവ് ഗണ്യമായി ഉയരുന്നതും ഉൽപാദനം കുറയുന്നതും കർഷകർക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം അത് എല്ലാ കാർഷിക വിളകളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏലകൃഷിയെ നമ്മുടെ ഹൈറേഞ്ചിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇടുക്കിയിലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്നിപ്പം കേരളം, തമിഴ്നാട്, കർണാടക 3 സംസ്ഥാനങ്ങളിൽ വളരെ വ്യാപകമായിട്ട് ഏലകൃഷി ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ ഏലകൃഷിയെ ബാധിക്കുന്ന ഒരു വലിയ ക്രൈസിസ് നമുക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനമാണ്. നമുക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് വളരെ ദീർഘവീക്ഷണത്തോടുള്ള പദ്ധതികളും പരിപാടികളും നമുക്ക് ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് വളങ്ങളുടെയും കീടനാശിനികളുടെയും ഒക്കെ പ്രയോഗത്തിൻ്റെ സമയങ്ങൾ വ്യത്യാസം വരുത്തണം. അതുപോലെ ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇപ്പം നമുക്കറിയാം വലിയ തോതിലുള്ള ഫിസേറിയം പടരുന്നുണ്ട്. അതുപോലെ തന്നെ തട്ടമറിച്ചിൽ, അഴുകൽ, കൊത്തഴുകൽ. പിന്നെ ഒരു കുറച്ച് ദിവസം വെയിൽ തെളിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വേരുപുഴുവും നിമാവരിയൊക്കെ വളരെ ശക്തമായ പ്രകടമായ തോതിൽ അത് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതിനെല്ലാം അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഒരു പരിധിവരെ കാലാവസ്ഥ വ്യതിയാനമാണ്. മീഡിയം ലെവലിൽ കീടനാശിനികളും വളങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വിഷരഹിതമായി ഉണ്ടാക്കുന്ന ഏലക്ക വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയും നമ്മുടെ ഏലം ലോകവിപണിയിൽ എത്തിക്കാനുള്ള വിവിധ മാർഗ്ഗങ്ങൾ നമ്മൾ ആലോചിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് 1983 ഏതാണ്ട് 800 രൂപ നമുക്ക് വില ലഭിച്ചിരുന്ന ഏലത്തിന് ഇന്ന് ലഭിക്കുന്നത് 1,800 രൂപ അല്ലെ 1,700 രൂപ എന്ന് പറയുന്നത് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ക്വാളിറ്റിയുള്ള സാധനം ഉൽപ്പാദിപ്പിക്കണം. അതുപോലെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികൾ നമുക്ക് കൺവേർട്ട് ചെയ്യണം. മെക്കനൈസേഷൻ അത്യാവശ്യമാണ്. ലേബർ പ്രോബ്ലം ഭയങ്കരമാണ് ഇവിടെ. 2020 ഡിസംബർ വരെ ഏലക്കായ്ക്ക് കിലോയ്ക്ക് 2,000 രൂപ കർഷകന് ശരാശരി വില ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് വില താഴ്ന്ന് 700 രൂപ വരെ എത്തുകയും ചെയ്തു. 2019 ഓഗസ്റ്റിൽ ഏലക്ക വില 7,000 ആയതോടെ വളം, കീടനാശിനി വിലകൾ 3 ഇരട്ടിയായി ഉയർന്ന സാഹചര്യമുണ്ടായി. തദ്ദേശീയരായ തൊഴിലാളികളും തമിഴ് തൊഴിലാളികളും കൂലി വർദ്ധിപ്പിച്ചതും ഉൽപാദന ചെലവ് ഇരട്ടിയിലധികമാകാൻ കാരണമായി. പകൽ സമയത്ത് ചൂട് വർദ്ധിക്കുന്നതും രാത്രിയിലെ മൂടൽമഞ്ഞും തണുപ്പും കാ പാകമാകാൻ താമസം വരുത്തുന്ന മറ്റ് ഘടകങ്ങളാണെന്നും വിദഗ്ധർ പറഞ്ഞു. കട്ടപ്പന കോളേജ് കുന്ന് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. 8,02,896 രൂപ ചെലവിട്ടാണ് ഭൂജലാധിഷ്ഠിത കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കിയത്. 25 കുടുംബങ്ങളാണ് കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്.
കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് കോളേജ് കുന്ന്. ഇവിടെ താമസിക്കുന്ന 25 കുടുംബങ്ങൾക്കാണ് പദ്ധതിയിലൂടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായത്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടപെടലിനെ തുടർന്നാണ് 8,02,896 രൂപ ചെലവിട്ട് ഭൂജലാധിഷ്ഠിത കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കിയത്. 25 കുടുംബങ്ങളെ ചേർത്ത് രൂപീകരിച്ച ജനകീയ കമ്മിറ്റിയാണ് പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ മുൻ നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബിക്ക് വെള്ളം നൽകിയാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. നമ്മുടെ നാട്ടിലെ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന സമൂഹത്തിന് തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ സാധിക്കും. ഓരോ വിഷയങ്ങളെയും അതിൻ്റെതായ അർത്ഥത്തിൽ കാണാനും അതിനോട് ആഭിമുഖ്യം പുലർത്താനും അതിന് കക്ഷി രാഷ്ട്രീയ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമൊന്നും ബാധകമാകേണ്ടതായിട്ടില്ല. ജനങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്തുക, ജനങ്ങളുടെ അഭിലാഷങ്ങൾ കഴിയുന്നത്ര ശരിയായ രീതിയിൽ ചെയ്തു കൊടുക്കാൻ ഈ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നുണ്ട്. അടിസ്ഥാന വികസന രംഗത്ത് സാധ്യമായ റോഡ് ഗതാഗത മാർഗം, ആരോഗ്യരംഗത്തെ ചികിത്സാ സൗകര്യങ്ങൾ, അതോടൊപ്പമാണ് കുടിവെള്ള പദ്ധതി. നമ്മുടെ മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് പ്രത്യേക സ്കീംസ് എടുക്കേണ്ടി വന്നു. എന്നാൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പഞ്ചായത്തുകളിൽ കേരളം മുഴുവൻ ഈ കഴിഞ്ഞ 2 വർഷക്കാലവും വരാൻ പോകുന്ന 2 വർഷവും കൂടി കഴിയുമ്പോൾ സമ്പൂർണമായി നമ്മൾ കുടിവെള്ളം കൊടുക്കുക. പദ്ധതിയുടെ ഉദ്ഘാടന യോഗത്തിൽ 28ാം വാർഡ് കൌൺസിലർ ഷാജി കൂത്തോടിയിൽ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ ബീന ജോബി, രഞ്ജിത രമേശ്, നിഷ PM, CPM ഏരിയ സെക്രട്ടറി VR സജി, മണ്ഡലം സെക്രട്ടറി VR ശശി, കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജ് തോമസ്, കൺവീനർ VR രാജു, ജോയി വെട്ടത്ത്, പ്രദീപ് കൃഷ്ണൻ, രാജൻകുട്ടി മുതുകുളം തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ MP എന്ന നിലയിൽ എല്ലാവിധ ഇടപെടലുകളും നടത്തുമെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ സ്ഥലപരിമിതി ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് MP-യുടെ ഇടപെടൽ. ഓഫീസുമായി, പ്രത്യേകിച്ചും കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് നടത്തിയ സന്ദർശനത്തിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യമായി എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് പാസ്പോർട്ട് സേവാ കേന്ദ്രമാണ് കട്ടപ്പന. ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ പോസ്റ്റ് ഓഫീസിൽ വന്നാണ് അവരുടെ കാര്യനിർവഹണം നടത്തി തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടുത്തെ റോഡ് സൗകര്യം. അത് നല്ല നിലയിലാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും തുടർന്നു വരികയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ കാര്യമാത്ര പ്രസക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രപ്പോസലും ഇപ്പോൾ തന്നെ അയച്ചിട്ടുണ്ട്. അത് ഉടനടി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി MP എന്നുള്ള നിലയിലുള്ള എല്ലാ ശ്രമങ്ങളും തുടരും. അത് ഉടനെ തന്നെ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി പോസ്റ്റ് മാസ്റ്റർ ജനറലുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി അതിനൊരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വഞ്ചിവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആദിവാസി ഊരുമൂപ്പൻ നടത്തിവന്നിരുന്ന നിരാഹാര സമരം 3 ദിവസം പിന്നിട്ടപ്പോൾ ഇദ്ദേഹത്തെ ശാരീരിക അസ്വസ്ഥതകൾ മൂലം ആശുപത്രിയിലേക്ക് മാറ്റി. കോളനിയിലേക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് അധികൃതരുടെ ഉറപ്പ് ലഭിച്ചതോടെ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നതായും ഊരുമൂപ്പൻ അജയൻ അറിയിച്ചു. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വഞ്ചിവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആദിവാസി ഊരുമൂപ്പൻ അജയൻ വഞ്ചിവയൽ ട്രാൻസ്ഫോർമർ പടിക്കൽ കുടിൽ കെട്ടി നിരാഹാര സമരം ആരംഭിച്ചത്. കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിക്കുന്നതിന് അധികൃതർ ഉറപ്പ് നൽകിയാൽ മാത്രമേ താൻ നിരാഹാര സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് മൂപ്പൻ അറിയിച്ചിരുന്നു. എന്നാൽ നിരാഹാര സമരം 3 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ അജയന് ദേഹാസ്വാസ്യം അനുഭവപ്പെടുകയും കോളനി നിവാസികൾ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ വിവരം അറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് മെഡിക്കൽ സംഘം നിരാഹാര കുടിലെത്തുകയും പരിശോധിക്കുകയും ഹൃദയ സംബന്ധമായ രോഗമുള്ളതിനാൽ ഏറെ അവശനിലയിലായിരുന്ന അജയനെ വണ്ടിപ്പെരിയാർ CHC-യിൽ നിന്നും ആംബുലൻസ് വരുത്തി വണ്ടിപ്പെരിയാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു. ആശുപത്രിയിൽ എത്തിച്ചതിനു പിന്നാലെ പീരുമേട് MLA-യുടെ PA, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, ബ്ലോക്ക് SC ഓഫീസർ തുടങ്ങിയവർ ആശുപത്രിയിൽ എത്തുകയും കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും ഉറപ്പു നൽകി. ഇതോടെ
നിരാഹാര സമരം അവസാനിപ്പിച്ചു. നിരാഹാരം അവസാനിപ്പിച്ച് പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറി വിളിച്ചു പറഞ്ഞു അങ്ങോട്ട്. സെക്രട്ടറിക്ക് പറ്റുന്നത് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തു തരാമെന്ന് സെക്രട്ടറി പറഞ്ഞു. അതുപോലെ തന്നെ ട്രൈബൽ ഓഫീസർ വന്നു, സാറിൻ്റെ പേരിന് റോയ് സാർ വന്നു. അപ്പോൾ ഈ 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയും. അതിൻ്റെ ഇത് 2 മാസത്തിനുള്ളിൽ പണി തുടങ്ങാം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് നിരാഹാരം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഗണേഷ് സാറും അങ്ങനെയാണ് പറഞ്ഞ ഉടനെ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ നിരാഹാരം താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചു. പക്ഷേ സമരമുഖത്ത് ഞാൻ എപ്പോഴും ഉണ്ടാകും. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് അജയനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം നേടിയ കൊച്ചുതോവാള സ്വദേശി സോന ബിജുവിനെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വീട്ടിലെത്തി ആദരിച്ചു. നമ്മുടെ നാടിന്റെ അഭിമാനമാണ് സോനയുടെ പുരസ്കാര നേട്ടമെന്ന് മന്ത്രി പറഞ്ഞു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വിദ്യാഭ്യാസ മേഖലയിലെ മികവ് മുൻനിർത്തി മന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ അവാർഡിന് അർഹയായ കൊച്ചുതോവാള പുറഞ്ചേരി ബിജുവിന്റെ മകൾ സോന ബിജുവിനെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വീട്ടിലെത്തി അനുമോദിച്ചു. നമ്മുടെ നാടിന്റെ അഭിമാനമാണ് സോനയുടെ പുരസ്കാര നേട്ടമെന്ന് മന്ത്രി പറഞ്ഞു. വളരെയേറെ സന്തോഷമുണ്ട്, വലിയ അഭിമാനം തോന്നുക. മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരം നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് മാത്രമല്ല, BSc കെമിസ്ട്രിയിൽ വലിയ മാർക്കോടുകൂടി, അതോടൊപ്പം ഇപ്പോൾ MSc പോളിമർ കെമിസ്ട്രി ചങ്ങനാശ്ശേരി SP കോളേജിൽ പഠിക്കുകയും കൂടിയാണ്. ആ നിലയിൽ കഴിഞ്ഞ വർഷത്തെ മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാര അവാർഡിന് അർഹയായി എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അസംപ്ഷൻ കോളേജിൽ നിന്നും BSc കെമിസ്ട്രിക്ക് 96% മാർക്ക് വാങ്ങിയാണ് സോന വിജയിച്ചത്. ഇപ്പോൾ ചങ്ങനാശ്ശേരി SP കോളേജ് പോളിമർ കെമിസ്ട്രിയിൽ PGക്ക് പഠിക്കുകയാണ് സോന ബിജു. അഡ്വക്കേറ്റ് മനോജ് M തോമസ്, ടെസിൻ കളപ്പുര, നഗരസഭ കൌൺസിലർ ഷാജി കൂത്തോടി, ദേവസ്യാച്ചൻ പുളിശ്ശേരിയിൽ, ബിജു കുളക്കാട്ടുവേലി തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടായ രാജകുമാരിയെ ഇന്റർനാഷണൽ ടൂറിസം കേന്ദ്രമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ YMCയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഇന്റർനാഷണൽ ടൂറിസം സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. YMCA ദേശീയ അധ്യക്ഷൻ വിൻസെന്റ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. തെക്കിന്റെ കാശ്മീരായ മൂന്നാറിന്റെ മടിത്തട്ടിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടായ രാജകുമാരിയെ രാജ്യത്തെ മികച്ച ടൂറിസം സെന്ററായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പന്നിയാർ പുഴയോരത്ത് ഇന്റർനാഷണൽ ടൂറിസം സെന്ററിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ദേശീയ YMCയുടെ നേതൃത്വത്തിൽ സംസ്ഥാന YMCയുടെയും രാജകുമാരി YMCയുടെയും സഹകരണത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ഓഡിറ്റോറിയവും 10ഓളം റൂമുകളും ഓഫീസുകളും ഡോർമെട്രിയും അടുക്കളയും ഉൾപ്പെടുന്നതാണ് പദ്ധതി. നിർമ്മാണം പൂർത്തീകരിച്ച ഇന്റർനാഷണൽ ടൂറിസം സെന്ററിന്റെ ഉദ്ഘാടനം YMCA നാഷണൽ കൗൺസിൽ പ്രസിഡന്റ് വിൻസെന്റ് ജോർജ് നിർവഹിച്ചു. Son and the Holy Spirit. Amen. Because of your support, I got the post. In my lifetime, I can't forget about you all, about all your supports. പദ്ധതിയുടെ വിജയത്തിനായി നേതൃത്വം വഹിച്ച പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. റീജിയണൽ ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ, നാഷണൽ ട്രഷറർ റെജി ജോർജ്, നാഷണൽ ജനറൽ സെക്രട്ടറി G സുന്ദർ സിംഗ്, റീജിയണൽ വൈസ് ചെയർമാൻ വർഗീസ് ജോർജ്, റീജിയണൽ സെക്രട്ടറി ഡേവിഡ് സാമുവൽ, ബോബൻ ജോൺ, PM തോമസുകുട്ടി, മാനുവൽ കുറിച്ചിത്താനം, വർഗീസ് ജോർജ് പള്ളിക്കര, സാജോ പന്തത്തല, ജോയി കുരിശിങ്കൽ, ബാബു ജോർജ്, സനു മംഗലത്ത് തുടങ്ങി YMCA കേന്ദ്ര, റീജിയണൽ, സബ് റീജിയണൽ ഭാരവാഹികൾ പങ്കെടുത്തു. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ രാജാപ്പാറ ആരോഗ്യ ഉപകേന്ദ്രം ജനകീയ ആരോഗ്യ കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ചു. നവീകരിച്ച ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് നിർവഹിച്ചു. ആരോഗ്യവകുപ്പിന്റെയും ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഉപകേന്ദ്രത്തെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ജനകീയ ആരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയത്. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ രാജാപ്പാറയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആരോഗ്യ ഉപകേന്ദ്രമാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ജനകീയ ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയത്.
രാജാപ്പാറ കള്ളിപ്പാറ നിവാസികൾക്ക് ശാന്തൻപാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. ഈ സാഹചര്യത്തിലാണ് ജീവിതശൈലി രോഗങ്ങൾ, അമ്മയും കുഞ്ഞും പരിചരണം തുടങ്ങി പ്രാഥമിക സേവനങ്ങൾ ലഭ്യമാക്കത്തക്ക വിധം ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെയും ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഉപകേന്ദ്രത്തെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ജനകീയ ആരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയത്. നവീകരിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിയിൽ ആഴ്ചയിൽ 6 ദിവസവും ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ലഭ്യമാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് പറഞ്ഞു. നിരവധി സേവനങ്ങൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇന്ന് കൊടുക്കുന്നുണ്ട്. ഒരു JPHN ഇവിടെ സ്ഥിരമായിട്ട് തന്നെ ഉണ്ടാവും. അതുപോലെ MLSP ആളുകളുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ ആശാ വർക്കർമാർ അവരുടെ സേവനങ്ങളും നിരന്തരമായിട്ടുണ്ടാവും. പ്രധാനമായിട്ടും നമ്മളിത് ഉദ്ദേശിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ അമ്മയും കുഞ്ഞിയും സഹായിക്കുന്ന ചികിത്സകൾ, അതോടൊപ്പം തന്നെ നമ്മൾ ചില പകർച്ചവ്യാധികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള രോഗങ്ങൾക്ക് നമ്മളിവിടെ ഇന്ന് ചികിത്സ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ ഏതെങ്കിലും അത് കണ്ടുപിടിക്കുന്ന രീതിയിലേക്കുള്ള അത്തരം സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. ഏറ്റവും നല്ല രീതിയിൽ എല്ലാവിധമായും ആളുകൾക്ക് സഹായകരമാകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിത്യ സെലിൻ, ചെയർമാൻ രജി കണ്ടനാലിൽ, കൺവീനർ ഡോക്ടർ അതുല്യ രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, പഞ്ചായത്ത് ജീവനക്കാർ, പൊതുപ്രവർത്തകർ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പനയിൽ നടന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിൽ ചെന്നൈ ഡേഞ്ചർ ബോയ്സ് വിജയികളായി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പനയിൽ നടന്ന അഖിലേന്ത്യാ വോളിബോൾ മത്സരത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് വെള്ളയാങ്കുടി സാംസ്കാരിക കൂട്ടായ്മയായ വോയിസ് ഓഫ് വെള്ളയാങ്കുടി സ്പോൺസർ ചെയ്ത ഡേഞ്ചർ ബോയ്സ് ചെന്നൈ വിജയിച്ചു. 8 ടീമുകളാണ് മത്സരത്തിലുണ്ടായിരുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പഴയൊരു വോളിബോൾ പ്ലെയർ കൂടിയാണ്. മർച്ചന്റ് യൂത്ത് വിംഗ് ടീമിനെ ഫൈനലിൽ പരാജയപ്പെടുത്തിയാണ് ഡേഞ്ചർ ബോയ്സ് കട്ടപ്പന അൽഫോൻസ ഗ്രൂപ്പ് നൽകിയ 25,000 രൂപയും തൊഴിലാളികൾ സ്പോൺസർ ചെയ്ത എവർ റോളിംഗ് ട്രോഫിയും വെള്ളയാങ്കുടിയിൽ നിലനിർത്തിയത്. രണ്ടാം സ്ഥാനം നേടിയ മർച്ചന്റ് യൂത്ത് വിംഗ് ടീമിന് കട്ടപ്പന ബൂട്ട്സ് ആൻഡ് ബക്കറ്റ്സ് നൽകിയ 10,000 രൂപയും ട്രോഫിയും നൽകി. ബ്രദേഴ്സ് വോളി ക്ലബ്ബാണ് മത്സരം സംഘടിപ്പിച്ചത്. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, കൌൺസിലർമാരായ സിജോ ചക്കമൂട്ട്, പ്രശാന്ത് രാജു, ലീലാമ ബേബി, ഷൈബി മോൾ രാജൻ, CPM ഏരിയ സെക്രട്ടറി VR സജി, മനോജ് M തോമസ്, ടോമി ജോർജ്, ജോസഫ് പടിക്കര തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തു. ചെല്ലാർകോവിൽ ജ്ഞാനോദയം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. നിരവധി ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റ് പീരുമേട് DYSP വിശാൽ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. നിരവധി കലാകായിക പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ജ്ഞാനോദയം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വോളിബോൾ ടൂർണമെന്റ് നടന്നു. പീരുമേട് DYSP വിശാൽ ജോൺസൺ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. കളിക്കളങ്ങൾ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമങ്ങളിലെ ക്ലബുകളിൽ അംഗത്വവും ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വായിക്കുവാനുള്ള പുതുതലമുറയുടെ വിദഗ്ധിയുമെല്ലാം ഇതെല്ലാം ഒരു കൂട്ടിക്കെട്ടേണ്ട അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ 51 വർഷമായി ജ്ഞാനോദയം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണ്. ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് സുഭാഷ് കൊന്നക്കൽ അധ്യക്ഷത വഹിച്ചു. ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു PT, ക്ലബ് ഭാരവാഹികളായ ജോണി ഓട്ടയ്ക്കൽ, ജോളി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. വോളിബോൾ രംഗത്ത് ജില്ലയിലെ പ്രമുഖരായ 8 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്.
കട്ടപ്പന റോട്ടറി ക്ലബ്ബ് പ്രവർത്തനത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സൗഹൃദ സംഗമവും കലാവിരുന്നും നടന്നു. കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജോർജ് പാരിഷ് ഹാളിലാണ് കട്ടപ്പന റോട്ടറി ക്ലബിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സൗഹൃദ സംഗമവും കലാവിരുന്നും നടന്നത്. ആഘോഷ പരിപാടി കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. എനിക്ക് നിങ്ങളുടെ അഭിമാനമാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ റോട്ടറി ക്ലബ്ബ് പലവിധ പലരെ സഹായിച്ച് ഓരോരുത്തരുടെയും വേദനകൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ കൊടുക്കുക താങ്ങും തണലുമായി നിൽക്കുന്ന റോട്ടറി ക്ലബിലെ എല്ലാ അംഗങ്ങൾക്കും ആദ്യമായിട്ട് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ്. നിങ്ങളുടെ ഈ സഹകരണം ലോകമെങ്ങും അറിയപ്പെടണം. നിങ്ങളുടെ ഈ സഹകരണം എല്ലാവരിലേക്കും എത്തണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെയല്ലേ നിങ്ങളും ആഗ്രഹിക്കുന്നത്. കട്ടപ്പന റോട്ടറി ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 25 വർഷം പിന്നിടുകയാണ്. നാളിതുവരെ ക്ലബ്ബ് നടപ്പിലാക്കിയ വിവിധങ്ങളായ സാമൂഹിക ക്ഷേമ പദ്ധതികളുടെയും ഗ്ലോബൽ ഗ്രാൻഡ് പ്രോജക്റ്റുകളുടെയും വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനവും സമ്മേളനത്തിൽ നടന്നു. പ്രത്യേകം ക്ഷണിക്കപ്പെട്ട അതിഥികൾ പങ്കെടുത്ത സൗഹൃദ സദസ്സിൽ കട്ടപ്പന ഡിവൈഎസ്പി ബേബി PV, മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, ജോയി വെട്ടിക്കുഴി, VR സജി തുടങ്ങിയവർ തിരിതെളിച്ചു. തുടർന്ന് സിനിമ സീരിയൽ താരങ്ങൾ അണിനിരന്ന കലാസന്ധിയും നടന്നു. ക്ലബ്ബ് പ്രസിഡന്റ് ജോസഫ് തോമസ്, സെക്രട്ടറി റോയി മാത്യു, MG PM ജോസഫ്, പാസ്റ്റ് പ്രസിഡന്റ് സിബിച്ചൻ ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സംഗമണി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഘവും ഫെബ്രുവരി 6-ന് സ്കൂൾ അങ്കണത്തിൽ നടക്കും. ജൂബിലി ആഘോഷം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു അധ്യക്ഷനാകുന്ന സമ്മേളനത്തിൽ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് സ്വാഗതം ആശംസിക്കും. തുടർന്ന് ജൂബിലി സ്മാരക ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ ശിലാസ്ഥാപനം ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ നിർവഹിക്കും. ഉച്ചയ്ക്ക് 2-ന് ആരംഭിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിനു ശേഷം വിദ്യാർത്ഥികളുടെ കലാവിരുന്ന്, ഗാനമേള തുടങ്ങിയവയും ഉണ്ടായിരിക്കുമെന്ന് ജൂബിലി ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു. ഇരട്ടയാർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ നടന്നുവന്ന തിരുനാളിന്റെ ഭാഗമായി പ്രദക്ഷിണം നടന്നു. ദേവാലയത്തിൽ നിന്നും നത്തുകല്ലെ കുരിശടിയിലേക്ക് നടന്ന പ്രദക്ഷിണത്തിൽ ജാതിമത ഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു. ഫെബ്രുവരി 2 മുതൽ 4 വരെയാണ് തിരുനാൾ. തിരുനാളിന്റെ ഭാഗമായി ദേവാലയത്തിൽ നിന്നും നത്തുകല്ല് കുരിശടിയിലേക്ക് നടന്ന പ്രദക്ഷിണത്തിൽ ജാതിമത ഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു. ഈ പന്തലിന്റെ വലതുവശത്ത് കട്ടപ്പന റോഡിലേക്കും പുഞ്ചിരിക്കവല റോഡിലേക്കുമായി പ്രഭാഷകൻ ഷാജി വക്കത്തുപറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി. പ്രിയപ്പെട്ടവരെ, വിശ്വാസം അഭിനയിക്കാനുള്ളതല്ലെന്ന് ഈ ലോകത്തോട് പ്രഖ്യാപിച്ച അപ്പോസ്തലന്റെ പേരാണ് തോമാശ്ലീഹ. നമ്മൾ വായിക്കുന്നുണ്ട്, സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് ഇല്ലായിരുന്നു എന്ന്. അത് കഴിഞ്ഞ ആൾക്കാര്, കൂടെയുള്ള ശിഷ്യന്മാരൊക്കെ തോമസിനോട് പറഞ്ഞു, തോമസേ, നീ ഇവിടെ ഇല്ലാഞ്ഞപ്പോ നമ്മുടെ ഗുരു ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, തെല്ലും അഭിനയം കൂടാതെ തോമസ് പറഞ്ഞു, ഞാനത് വിശ്വസിക്കില്ല, എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, തന്റെ അവിശ്വാസത്തെ മറച്ചു വെക്കാതെ, മൂടുപടം അണിയാതെ, തന്റെ അവിശ്വാസം, താൻ അവിശ്വാസിയാണ്, താൻ വിശ്വസിക്കില്ല എന്നുറക്കെ പറഞ്ഞ മനുഷ്യനാണ് തോമാശ്ലീഹ എങ്കിൽ ഇന്ന് വിശുദ്ധ തോമാശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്ന നമ്മളോട് വിശുദ്ധ തോമാശ്ലീഹായ്ക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ലോകത്തിന് വേണ്ടത് അഭിനയം കൂടാതെ ജീവിക്കുന്ന മനുഷ്യരെയാണ്. തുടർന്ന് ആശീർവാദത്തിന് ശേഷം വയലിൻ, ചെണ്ട ഫ്യൂഷനും ആകാശവിസ്മയവും ഉണ്ടായിരുന്നു.
വികാരി ഫാദർ ജോസ് കരിവേലിക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ വർഗീസ് പാറയ്ക്കൽ, കൈക്കാരന്മാരായ ജോസ് പടലോടിയിൽ, മാത്യു കൈപ്പയിൽ, ബെന്നി കൈപ്പകശ്ശേരിൽ തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സ്ഥിരമായി യാത്ര ചെയ്യുന്ന ബസിന്റെ മാതൃക നിർമ്മിച്ചു നൽകി മൂവർ സംഘം. പീരുമേട് പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ അജയ്, മുകേഷ്, ദിവാകരൻ എന്നിവർ ചേർന്നാണ് സ്ഥിരമായി സഞ്ചരിക്കുന്ന മുബാറക് ബസിന്റെ മാതൃക നിർമ്മിച്ച് ഉടമകൾക്ക് നൽകിയത്. കാണാം കുരുന്നു മനസ്സുകളിൽ വിരിഞ്ഞ കരവിരുതിന്റെ കാഴ്ചകൾ. വണ്ടിപ്പെരിയാർ 65 മൈൽ സ്വദേശികളായ ഇവർ സ്ഥിരമായി സ്കൂളിലെത്തുന്നത് മുബാറക് എന്ന സ്വകാര്യ ബസ്സിലാണ്. ഇതിൽ പാമ്പനാർ കൊടുവാക്കരണം ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന ബസിന്റെ മാതൃകയാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. 4X ഷീറ്റ്, കോൺക്രീറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കെട്ടുകമ്പി എന്നിവ ഉപയോഗിച്ചാണ് ബസിന്റെ രൂപം നിർമ്മിച്ചത്. ഇതിൽ ചെറിയ വീലുകൾ ഘടിപ്പിച്ച ശേഷം ബസിലെ ലൈറ്റ് പ്രോജക്ട് ബാറ്ററിയുമായി ബന്ധിപ്പിച്ചാണ് നിർമ്മാണം. മുബാറക് ബസ് കണ്ടു തുടങ്ങിയ കാലം മുതൽ ഇതിന്റെ മാതൃക നിർമ്മിക്കണമെന്ന മോഹമുണ്ടായിരുന്നതായി ഇവർ പറയുന്നു. മുൻപ് ഇവർ ഒരു കാലത്ത് ഹൈറേഞ്ചിന്റെ പ്രധാന വാഹനമായിരുന്ന ജീപ്പിന്റെ മാതൃകയും നിർമ്മിച്ചിട്ടുണ്ട്. ബസിന്റെ മാതൃക മുബാറക് മാനേജ്മെന്റിന് കൈമാറി. ഈ വേളയിൽ യഥാർത്ഥ വാഹനം കൂടി എത്തിയതോടെ മാതൃകയും ഒറിജിനലും ഒത്തുനോക്കിയ കാണികൾക്ക് അത്ഭുത കാഴ്ചയാണ് ലഭിച്ചത്. തങ്ങളുടെ ബസിന്റെ മാതൃക നിർമ്മിച്ച മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് മുബാറക് മാനേജ്മെന്റ് മറ്റൊരു വാഹന നിർമ്മാണത്തിനു കൂടി ഓർഡർ നൽകി. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലാവസ്ഥാ വ്യതിയാനം തിരിച്ചടിയായതോടെ ഏലക്കായ വിളവെടുപ്പ് വൈകുന്നു. വിളവെടുക്കുന്ന ഇടവേള 85 മുതൽ 90 ദിവസം വരെയായി ഉയർന്നുവെന്നാണ് കൃഷി വിദഗ്ധരുടെ കണ്ടെത്തൽ. പ്രതിസന്ധിക്ക് കാരണം പകൽ സമയത്ത് ചൂട് വർദ്ധിക്കുന്നതും രാത്രിയിലെ മൂടൽമഞ്ഞും. കട്ടപ്പന കോളേജ് കുന്ന് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ഭൂജലാധിഷ്ഠിത കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കിയത് 8,2896 രൂപ ചെലവിട്ട്. കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 25 കുടുംബങ്ങൾ. കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ MP എന്ന നിലയിൽ എല്ലാവിധ ഇടപെടലുകളും നടത്തുമെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ സ്ഥലപരിമിതി ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് MP-യുടെ മറുപടി. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വഞ്ചിവയൽ ആദിവാസി കോളനിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആദിവാസി ഊരുമൂപ്പൻ നടത്തിവന്നിരുന്ന നിരാഹാര സമരം 3 ദിവസം പിന്നിട്ടതോടെ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നാണ് നടപടി. കോളനിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന അധികൃതരുടെ ഉറപ്പ് ലഭിച്ചതോടെ സമരം അവസാനിപ്പിക്കുന്നതായി ഊരുമൂപ്പൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.